കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിലെ 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാൻ ഈ ട്രൂക്കിന്റെ എയർബഡ്സ് ലൈറ്റ് വാങ്ങിക്കുന്നത്. 999 രൂപ ആദ്യമായിട്ടാണ് ഒരു ഓഫർ റേറ്റിൽ എത്തുന്നത്. പൊതുവെ 1099 രൂപയാണ് ഇതിന്റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1299, ചില സമയങ്ങളിൽ 1199 കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർബഡ്സ് ലൈറ്റ് ഏത് രൂപയ്ക്കാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടായി ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബോക്സിലേക്ക് വരുവാണെങ്കിൽ ട്രൂക്കിന്റെ ലോഗോയും കൂടാതെ എയർബഡ്സ് ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. പറയിൽ നോക്കുവാണെങ്കിലും സൈഡിലും ഒക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറഞ്ഞില്ല. എന്നാലും അതിൽ എടുത്ത് പറയേണ്ട ഒരു പറയുന്നത് ഓട്ടോ ഇന്നിയർ ഡിറ്റക്ഷൻ ഇതിനകത്തുണ്ട്. 1000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഓട്ടോ ഇന്നിയർ ഡിറ്റക്ഷൻ ഉള്ളത് അത്യാവശ്യം നല്ലൊരു സ്പെക്ക് തന്നെയാണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 12/2021. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2999 രൂപയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ് ഒരു റേറ്റ് പൊതുവെ കാണുന്നത്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, റെഡ്, യെല്ലോ ഏതിനാണെങ്കിലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി ബോക്സ് അങ്ങോട്ട് പൊട്ടിക്കുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാതെ കൂടെ കിട്ടുന്നത് 2 ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്, ഒരു വാറണ്ടി കാർഡ് ഉണ്ട്, ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇതിൽ നമ്മൾ വാറണ്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരു 10 ദിവസത്തിനുള്ളിൽ വാറണ്ടി അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് വാങ്ങിച്ച ഉടനെ പോയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവരുടെ ട്രൂക്കിന്റെ വാറണ്ടി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് പോയിട്ട് അങ്ങ് ചെയ്യാന്നേ ഉള്ളൂ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. ഇയർബഡുകൾ പുറത്തിരുന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അകത്ത് വെച്ച് ആദ്യം ഒന്ന് ചാർജ് ചെയ്യാം, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. എന്തായാലും ഫിസിക്കലി നമുക്ക് ആ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ്ഡ് കേസ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ആണ്. കയ്യിലൊക്കെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് നടന്നാൽ പോലും മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് സ്ക്രാച്ചസ് വരാൻ ചാൻസസ് വളരെ കുറവാണ്. ട്രൂക്കിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും തൊട്ട് സൈഡിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു LED നീല ലൈറ്റ് കത്തി കിടക്കുന്ന വെച്ചാൽ ഇയർബഡുകൾ അവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓവറോൾ ആക്ച്വലി കേസിന്റെ ഡിസൈൻ ആണെങ്കിലും ഷേപ്പ് ആണെങ്കിലും നല്ല രസമുണ്ട്. ഒരു പ്രീമിയം ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 40 hours ആണ് ടോട്ടൽ പ്ലേ ടൈം നമുക്ക് ഇന്ന് കിട്ടുക. കൂടാതെ 1.5 hours ആണ് 100% ചാർജ് ആകാനായിട്ട്. ടൈപ്പ് സി ആണെങ്കിൽ പോലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 5V1, അതായത് 5 വോട്ട്സിന്റെ അഡാപ്റ്റർ ആണ്. നിങ്ങളുടെ കയ്യിലൊരു 18 വോട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ പൊതുവെ ഞാൻ പറയാറുണ്ട് നിങ്ങളത് ഉപയോഗിച്ചോളുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9V2A or 5V2A എന്നാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഔട്ട്പുട്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് 5V1 മെൻഷൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ, അതായത് അഡാപ്റ്ററുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ പവർ ബാങ്ക്, ലാപ്ടോപ്പ്, അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ നോക്കുക. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5V1 വാങ്ങിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ മാത്രം ഇതങ്ങോട്ട് ചാർജ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ വാറണ്ടി ക്ലെയിം ചെയ്ത് തരും എന്നുള്ളത്. 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിഡിന്റെ ക്വാളിറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മുടെ ട്രൂക്കിന്റെ ബഡ്സ് Q2 ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓവറോൾ ആക്ച്വലി കാണാൻ സാധിക്കുന്നത്. അതിന് 1299 രൂപ തന്നെയാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തെ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്ന ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്പൺ അപ്പ് ടെക്നോളജി ഇതിനകത്തില്ല. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക, നല്ല ഒരു ഗ്ലോസി ഫിനിഷ്ഡ് പൊതുവെ നമുക്ക് ട്രൂക്കിൽ കാണാൻ സാധിക്കുന്ന ആ ഒരു ടിപ്പിക്കൽ ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ലഭ്യമാകുന്നത്. പിറകിൽ ട്രൂക്കിന്റെ ലോഗോയും കൂടാതെ മുകളിൽ LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ താഴെ കാണാൻ പറ്റും. കൂടാതെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുക. ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും അങ്ങനെ എന്താ പറയുക, ചെവിയിലല്ലേ എപ്പോഴും വെച്ചേക്കുന്നത്, അതുകൊണ്ട് സ്ക്രാച്ച് ആയി പോകാനൊക്കെ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ പോലും ഗ്ലോസി ആയതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. വെറും 4 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് ഇരിക്കും. ഒരു ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. 40 mAh ഇതാണ് ഓരോ ഇയർബഡുകളിലുള്ള ബാറ്ററി കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ അപ് ടു 10 hours സിംഗിൾ ചാർജിൽ നമുക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 1.5 hours ആണ് 100% ഇതും ചാർജ് ആകാനായിട്ട്. അപ് ടു 10 hours ആണെങ്കിൽ പോലും നമ്മളൊരു 50 to 60% പാട്ടുകൾ കേട്ടാൽ മാത്രമേ അത്രയും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 6 അല്ലെങ്കിൽ 8 hours പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്.
ഓവറോൾ എന്തായാലും ആ ഒരു ഇയർബഡ് ആണെങ്കിലും കേസ് ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന LED ഉണ്ടല്ലോ, അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് ഉള്ളത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിലൊന്നും വേറൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് നമ്മൾ ഇടതിലാണെങ്കിലും വലതിലാണെങ്കിലും ഏതിൽ ചെയ്താലും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും സാധിക്കും. ഇതിനകത്തെ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത്, പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോസ് ആവുന്ന പെട്ടെന്നാവും, എന്നാൽ വീണ്ടും നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിലേ അവിടെ അങ്ങോട്ട് അനുഭവിക്കുന്നുണ്ട്. അത് വലിയ ഡ്രോബാക്ക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഞാനത് കണ്ടത് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഡബിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്താൽ ഒന്നുമില്ല, ഇടതിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സിറി വർക്കൗട്ട് ആകുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ മ്യൂസിക് മോഡിലേക്ക് മാറ്റാൻ പറ്റും. കൂടാതെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയർബഡുകൾ ചെവിയിൽ നിന്ന് ഊരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോസ് ആവും, നമ്മൾ ചെവിയിലേക്ക് വെക്കുമ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ട് പ്ലേ ആവും. ആ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉറപ്പായിട്ടും നമുക്ക് ഓൺ ആക്കണമെങ്കിലും ഓഫ് ആക്കണമെങ്കിലും ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. കൂടാതെ വലതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്ക് എയർബഡ്സ് ലൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ ആക്ച്വലി നോർമലാണ് സംസാരിക്കുന്നത്. ഇൻഡോറിനകത്ത് ഡ്യുവൽ മൈക്ക് TNC ആണ് ഇതിനകത്തുള്ളത്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് ഒരൊറ്റ മൈക്കേ ഉള്ളൂ. എന്നാൽ പോലും 1199 രൂപ ആ ഒരു ഓഫർ, നോർമൽ റേറ്റ് ആണെങ്കിലും 1099 രൂപ ഓഫറിലാണെങ്കിലും നമ്മളൊരു കോളിംഗ് പർപ്പസിന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകുമോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഔട്ട്ഡോർ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാനൊരു ഷോർട്സ് ആയിട്ട് അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.1 റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ അടിച്ചു പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ടെങ്കിലും വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഒരിക്കലും അങ്ങോട്ട് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പാസീവ് നോയിസ് ക്യാൻസലേഷന് തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്രൗഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ട് ഈ ഒരു പാട്ട് കേൾക്കുക, ഒരാൾക്ക് മിണ്ടുക അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് പബ്ലിക് എന്നുള്ളൊരു ഡിസ്റ്റർബൻസ് കുറഞ്ഞിട്ടേ നമുക്ക് ഇത് അകത്തോട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. സോ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇയർ പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇയർ പെയിനും ഫീൽ ചെയ്തില്ല. പിന്നെ ഡിപ്പെൻസ്, ഇയർ പെയിൻ ഒക്കെ മിക്കവാറും ഉണ്ടാവുന്നത് നമ്മുടെ ഇയർ സൈസിനനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ ചെവി കുറച്ച് ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇയർ പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഡിഫൈ ഗ്രാവിറ്റി Z വെക്കുമ്പോഴത്തേക്ക് ഇയർ പെയിൻ ഉണ്ടെന്നുള്ളത്. കുറേ പേര് ആക്ച്വലി വാങ്ങിച്ചു, പക്ഷേ ഒറ്റ ആളാണ് ഇപ്പോൾ ആ ഒരു ഇയർ പെയിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാം, ഡിപ്പെൻസ് നമ്മുടെ ആ ഒരു ഇയർ സൈസ് ആണ് ഈ ഒരു ഇയർ പെയിൻ മെയിൻ ആയിട്ടും ഉണ്ടാവാനായിട്ട് ചാൻസ്, അല്ലാണ്ട് അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്നെ പോലുള്ള ഒരു ചെവിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തായാലും അതിൽ കംഫർട്ട് തന്നെയാണ്, വേറൊരു പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ SBC AAC കോഡക്കാണ് നമുക്ക് ഇതിനകത്തുള്ളത്. AAC കോഡക്കിൽ ഇട്ടിട്ട് നമ്മൾ 100% പാട്ട് കേട്ടാലും ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവത്തില്ല. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ചില ഭയങ്കര ഹെവി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെവി മെറ്റൽ സൗണ്ട് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വോക്കലിന് പക്ഷേ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ എനിക്ക് അനുഭവിച്ചു. എന്നാൽ 95% ഇട്ടപ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ലെങ്കിൽ ഭയങ്കര സൗണ്ടിൽ വോളിയത്തിൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 95% ഈ ഒരു ട്രൂക്കിൻ്റെ നമ്മുടെ ബഡ്സ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഇല്ല. എനിക്ക് ഒരു സേഫ് സോൺ ആയിട്ട് തോന്നിയത് ഒരു 50-60 മാക്സിമം ഒരു 70% ഓക്കെയാണ്. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആണ്, ബേസ് ഡോമിനേറ്റഡ് ആണ്, നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ബേസ് ലവർ ആയിക്കോട്ടെ വോക്കൽ ലവർ ആയിക്കോട്ടെ, ഇത് വാങ്ങിക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. ബേസ് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഇന്നിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നോർമലി വെക്കുമ്പോഴത്തേക്ക് ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിലോട്ട് അങ്ങ് തിരികെ കയറ്റി വെച്ചാൽ മതി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ബേസ് അനുഭവിക്കുന്നതാണ്. പിന്നെ അങ്ങനെയൊന്നും വെച്ച് ഒരിക്കലും കേൾക്കരുത്. കാരണം വെച്ചാൽ നമ്മുടെ ചെവി നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും, ഇമ്പമാണ് കേൾക്കുമ്പോഴത്തേക്ക്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെവിക്ക് ഇഷ്യൂസ് വരാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ നോർമലി എങ്ങനെയാണ്, അതായത് ഇയർബഡുകൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, പാട്ടുകൾ അങ്ങോട്ട് കേൾക്കുക. ഇനി ലോ ലേറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 ms ലോ ലേറ്റൻസിയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. സോ ആ ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഗെയിം മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് നമുക്ക് കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഗെയിമുകൾ കളിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടാവും. ബ്ലൂടൂത്ത് ഡിവൈസുകൾ പ്രോ പ്ലെയേഴ്സ് യൂസ് ചെയ്യാതിരിക്കാനാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 55 ms എന്നൊക്കെ പറയുന്നത് നല്ല രീതിക്ക് വർത്ത് തന്നെയാണ്, കളിക്കാനൊക്കെ പറ്റും. ചെറിയൊരു ഡിലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ, ഞാൻ ആ ഒരു പക്കാ ശ്രദ്ധിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഡിലേ നിങ്ങൾക്ക് ഒരിക്കലും, അതായത് ഞാൻ കളിക്കുമ്പോൾ പോലും എനിക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു ഫീൽ ചെയ്യത്തില്ല ആ ഒരു ഡിലേ പോലും.
പോലും. പിന്നെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ മ്യൂസിക് മോഡിൽ ഇട്ടിട്ട് വീഡിയോ കണ്ടാൽ മതി. ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് സിങ്കും ഒക്കെ ആ ഒരു ലിപ് സിങ്കും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ട്രൂക്ക് എയർബഡ്സ് ലൈറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1199 അല്ലെങ്കിൽ 1099 രൂപയ്ക്ക് നമുക്ക് ഇത് വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൂക്കിന്റെ ഒരു പ്രോഡക്റ്റ് വേണം, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഈ ഒരു എയർബഡ്സ് ലൈറ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. ബെറ്റർ ദാൻ നമ്മുടെ Q2 ഉണ്ടല്ലോ അതിനേക്കാളും കേട്ടോ. അതൊക്കെ തന്നെ ഇപ്പോഴും 1299 പക്ഷെ അതിനേക്കാളും ഫാർ ബെറ്റർ ആണ് നമ്മുടെ ഈ ഒരു ബഡ്സ് ലൈറ്റ് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡിസൈൻ ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം, അത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ അങ്ങോട്ട് പറയാൻ പറ്റത്തുള്ളൂ ഇത് നല്ല വർത്താണോ ഇല്ലയോ എന്നുള്ളത്. അതർവൈസ് 1100 രൂപ കൊടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല. 999 രൂപ നിങ്ങൾക്ക് ഓഫർ ആയിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി അങ്ങോട്ട് വാങ്ങിച്ചോളൂ എയർബഡ്സ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ട്രൂക്ക് എയർബഡ്സ് ലൈറ്റിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.